ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിശുദ്ധ ഖുർആനിലെ 13-ാമത്തെ സൂറത്തായ സൂറത്തു റഅദിൻ്റെ വിശദീകരണം നാം പൂർത്തിയാക്കുകയുണ്ടായി. അടുത്ത സൂറത്ത് അഥവാ 14-ാമത്തെ സൂറത്ത് സൂറത്തു ഇബ്രാഹീമാണ്. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചതാണ്. ഇതിന് 52 ആയത്തുകളാണ് ഉള്ളത്. കഴിഞ്ഞ സൂറത്തിൽ നാം പറഞ്ഞതുപോലെ തൗഹീദ്, റിസാലത്ത് ഈ വിഷയങ്ങളാണ് ഈ സൂറത്തിൻ്റെയും പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമെന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പറ്റിയും പ്രവാചകന്മാർ സത്യമാണെന്ന കാര്യത്തെപ്പറ്റിയും ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. ഈ സൂറത്തിന് സൂറത്തു ഇബ്രാഹീം എന്ന് പേര് വെക്കാനുള്ള കാരണം ഈ സൂറത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തു ഇബ്രാഹീം എന്ന് പേര് വെക്കാനുള്ള കാരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ ബിഇذن റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. അലിഫ് ലാം റാ ഇത് നാം താങ്കളിലേക്ക് ഇറക്കിയ ഗ്രന്ഥമാണ്. ജനങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുമതിയോടെ അവരെ ഇരുളുകളിൽ നിന്നും പ്രകാശത്തിലേക്ക്, അജയ്യനും സ്തുത്യർഹനുമായ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് താങ്കൾ നയിക്കുന്നതിനാണ് ഇത് അവതീർണമായത്. അല്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വവൈലുൽ ലിൽ കാഫിരീന മിൻ അദാബിൻ ശദീദ്. അതായത് അള്ളാഹുവിൻ്റെ പാതയിലേക്ക് ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളും അവനുള്ളതാകുന്നു. നിഷേധികൾക്ക് കഠിന ശിക്ഷയും മഹാനാശവുമുണ്ട്. ഈ സൂറത്തും കഴിഞ്ഞ സൂറത്തുകളെല്ലാം ആരംഭിച്ചതുപോലെ ഹുറൂഫുൽ മുഖത്തആത്ത് മുറിച്ച് ഓതപ്പെടുന്ന വാക്കുകൾ കൊണ്ടാണ് ആരംഭിച്ചത്. അലിഫ് ലാം റാ ഇതിൻ്റെ യഥാർത്ഥമായ അർത്ഥം അള്ളാഹുവിന് മാത്രമാണ് അറിയുക. ഇതിനെപ്പറ്റി സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ നാം പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ പറ്റിയാണ് ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ അറിയിക്കുന്നത്. ഏതൊരു പരിശുദ്ധ ഖുർആനാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്, ആ ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിൽ നിന്നും ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്. ജനങ്ങളെ മോശമായ മാർഗത്തിൽ നിന്നും സന്മാർഗത്തിലോട്ട് നയിക്കാനും സന്മാർഗം കാണിച്ചു കൊടുക്കാനും അള്ളാഹു ജനങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. ജനങ്ങളെ ഇരുളുകളിൽ നിന്നും പ്രകാശത്തിലോട്ട് നയിക്കാനുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മാർഗമാണോ കാണിച്ചു തന്നിട്ടുള്ളത് ആ മാർഗത്തിലോട്ട് നിങ്ങളെ നയിക്കുന്ന ഗ്രന്ഥമാണ് ഈ പരിശുദ്ധ ഖുർആൻ. അങ്ങനെയുള്ള ഹിദായത്തിൻ്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനെ നിങ്ങൾ പിൻപറ്റുകയും അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഈ ആയത്തിലും മറ്റ് പല ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വഴികേടിനെ ളുലുമാത്ത് അഥവാ ഇരുളുകളെന്നും സന്മാർഗത്തെ അന്നൂർ പ്രകാശമെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വഴികേടിനെ ബഹുവചനമായും സന്മാർഗത്തെ ഏകവചനമായും അള്ളാഹു തആല അറിയിച്ചിരുകയുണ്ടായി. ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന കാര്യം സത്യത്തിൻ്റെ മാർഗം ഒന്ന് മാത്രമാണ്. പ്രകാശത്തിൻ്റെ, ഹിദായത്തിൻ്റെ, സത്യത്തിൻ്റെ മാർഗം അത് ഒരേയൊരു മാർഗം മാത്രമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും പരിശുദ്ധ ഖുർആനിലൂടെയും കാണിച്ചെന്ന മാർഗമാണ്. ആ സത്യത്തിൻ്റെ ഒരേയൊരു മാർഗം കാണിക്കാൻ വേണ്ടിയാണ് അള്ളാഹു വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരെയും അയക്കുന്നത്. അതിനെ ആരെല്ലാം പിൻപറ്റിയോ അവർ ഉന്നതമായ വിജയത്തിലാണ്. ആ സത്യത്തിൻ്റെ മാർഗം ഒരേയൊരു മാർഗം മാത്രമാണ്. എന്നാൽ വഴികേടിൻ്റെ മാർഗമെന്നുള്ളത്, മോശത്തരങ്ങളുടെ മാർഗമെന്നുള്ളത് അത് ധാരാളമുണ്ട്. അതുകൊണ്ട് അതിനെ അള്ളാഹു ബഹുവചനമായി പറഞ്ഞു, ഇരുളുകൾ എന്ന് പറഞ്ഞു. ധാരാളം മാർഗങ്ങൾ സത്യത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും കാണിച്ചിരുന്ന ഒരു മാർഗം ഒഴിച്ച് ബാക്കി ഏതെല്ലാം മാർഗങ്ങൾ ദുനിയാവിലുണ്ടോ ആ മാർഗങ്ങൾ എല്ലാം വഴികേടിൻ്റെ മാർഗമാണ്. നിങ്ങൾക്ക് വിജയത്തിലെത്തണമെങ്കിൽ, ഇരുലോകത്തും വിജയം ലഭിക്കണമെങ്കിൽ ഒരു മാർഗം മാത്രമാണ് സന്മാർഗത്തിൻ്റെ മാർഗമായിട്ടുള്ളത്, വിജയത്തിൻ്റെ മാർഗമായിട്ടുള്ളത്. അത് അള്ളാഹുവിൻ്റെ റസൂലും പരിശുദ്ധ ഖുർആനും കാണിച്ചു തന്ന മാർഗമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്.
അതുപോലെ വഴികേട് എന്നുള്ളത് അള്ളാഹു തആല കൽപ്പിച്ച മാർഗത്തിന് വിരുദ്ധമായ മാർഗമെന്നുള്ളത് അതൊരിക്കലും മനുഷ്യയെ ലക്ഷ്യത്തിലെത്തിക്കുന്ന മാർഗമല്ല. എപ്രകാരം ഇരുട്ടു നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് മനുഷ്യനെ ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുമോ, അതുപോലെ വഴികേടിൽ സഞ്ചരിക്കുക എന്നുള്ളത് യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിച്ച് കളയുന്നതാണ്. എപ്രകാരം വെളിച്ചമുള്ള സ്ഥലത്തിലൂടെ നടക്കുമ്പോൾ മനുഷ്യൻ ലക്ഷ്യത്തിലെത്തിച്ചേരുമോ, അതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും അനുസരിച്ച് ജീവിക്കുമ്പോൾ മനുഷ്യൻ യഥാർത്ഥ വിജയത്തിലും യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തും എത്തുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. രണ്ടാമതായി നാം ഓതിയ ആയത്തിലൂടെ ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിൽ നിന്നുമാണ്. ആ അള്ളാഹു ഏറ്റവും കഴിവുള്ളവനാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം അള്ളാഹുവിനാണ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകല വസ്തുക്കളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ദുനിയാവിൽ മനുഷ്യൻ എങ്ങനെ ജീവിച്ചാലാണ് വിജയത്തിലെത്തുക, മനുഷ്യൻ നന്മ എന്താണ് തിന്മ എന്താണ്, ഇതെല്ലാം അറിയുന്നത് അള്ളാഹു തആലയാണ്. കാരണം മനുഷ്യർ കാണുന്നതും കാണാത്തതുമായ ദുനിയാവിലും ദുനിയാവിന് പുറത്തുമുള്ളതുമായ ആകാശങ്ങളിലുള്ളതായ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നവനും അള്ളാഹുവാണ്. അങ്ങനെ സൃഷ്ടാവും നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവിനാണ് എങ്ങനെ ഈ വസ്തുക്കൾ ചലിക്കണമെന്നും ഈ വസ്തുക്കൾക്ക് നന്മ എന്താണ് തിന്മ എന്താണ്, ഈ വസ്തുക്കളുടെ വിജയം എവിടെയാണ് പരാജയം എവിടെയാണ്, ഇതെല്ലാം വ്യക്തമായി അറിയുന്നത് അള്ളാഹുവിനാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ കാണിച്ചിരുന്ന മാർഗം, ആ അള്ളാഹുവിൽ നിന്നും അയക്കപ്പെട്ട പ്രവാചകന്മാർ കാണിച്ചിരുന്ന മാർഗം, അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും മനുഷ്യൻ്റെ ജീവിതത്തിൽ വിജയം ലഭിക്കാനും ഏറ്റവും നല്ല മാർഗം. അതുകൊണ്ട് സകല വസ്തുക്കളെയും നിയന്ത്രിക്കുകയും സകല വസ്തുക്കളെയും സൃഷ്ടിക്കുകയും ചെയ്ത ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരിയായ അള്ളാഹുവിൻ്റെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കുകയും അള്ളാഹു കൽപ്പിച്ച മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യുക. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് വിജയം ലഭിക്കുകയുള്ളൂ എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അള്ളാഹു ഒഴികെ ബാക്കി എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് ആ സൃഷ്ടികൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ വസ്തുക്കൾ ദുർമാർഗത്തിലൂടെ നിങ്ങളെ ക്ഷണിക്കുകയും ആ ദുർമാർഗത്തെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ദുനിയാവിലുള്ള വസ്തുക്കളെ തൃപ്തിപ്പെടുത്താനും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ തൃപ്തിപ്പെടുത്താനും ഭൗതികമായ ചില താല്പര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ പരാജയത്തിലായിരിക്കും. നിങ്ങൾക്ക് നാശമുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും വലിയ ശിക്ഷയുണ്ടായിരിക്കും. ഇരു ലോകത്തും നിങ്ങൾ പരാജിതരായി തീരുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സത്യഗ്രന്ഥമാണെന്നും അതിനെ പിൻപറ്റുന്നതിൽ മാത്രമാണ് മനുഷ്യർക്ക് വിജയമുള്ളത് എന്നും അറിയിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ, അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കൊണ്ട് മനുഷ്യന് ദുനിയാവിൽ തന്നെ പ്രയാസങ്ങളും നിന്ദ്യതകളുമാണ് ഉണ്ടാവുക. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ സമാധാനവും സന്തോഷവും ആണ് ലഭിക്കുക. എന്നാൽ അള്ളാഹു ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, മോശമായ പ്രവർത്തനങ്ങൾ, അത് ചെയ്യുമ്പോൾ ഒരു രസവും ആനന്ദവും ഉണ്ട് എങ്കിലും പിന്നീട് അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിന്ദ്യതകളും മനുഷ്യർ സഹിക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നിഷിദ്ധമാക്കിയതും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഇരുലോകത്തും വിജയം ലഭിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനെ പിൻപറ്റുക എന്നുള്ളതും ഖുർആൻ മനസ്സിലാക്കി ആ ഖുർആൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതും ഏറ്റവും അത്യാവശ്യമായ കാര്യമാണെന്ന് ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.